ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ചേഞ്ചസ് ഇൻ ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് ദ സ്റ്റീൽ ബാർ 5 meter long, 40 mm wide and 30 mm thick when subjected to axial pull of 50 kN in the direction of its length. Take E equal to 2.1 × 10⁵ Newton per mm square and Poisson's ratio equal to 0.3 is given. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു 3-dimensional മെമ്പർ ആണ്. അതിന്റെ ലെങ്ത് ഈസ് ഗിവൻ, length is 5 meter, 40 mm wide and 30 mm thickness is given. So this is the cross sectional area, and here a force P is acting 50 kN. അങ്ങനെയാണെങ്കിൽ we have to calculate delta L, delta B, delta T. ഇവിടെ 50 kN is acting along the length ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ അറിയാം. പി 50 kN ആണ്, എൽ ഇസ് 5 മീറ്റർ, ദാറ്റ് ഈസ് ഇൻ മില്ലിമീറ്റർ ആക്കണം, ശ്രദ്ധിക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ ഏതാണ്? ദ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഇതാണ്, 30/40. ഇ ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ഡെൽറ്റ എൽ നമുക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യനിൽ വേറൊരു സാധനം തന്നിട്ടുണ്ട്, മ്യൂ എന്നൊരു വാല്യൂ തന്നിട്ടുണ്ട്, പോയ്സൺസ് റേഷ്യോ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ കിട്ടുകയാണെങ്കിൽ ഈ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി ഡെൽറ്റ എൽ ബൈ എൽ ആണ്, ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇ എൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ബിയും ഈ ടിയും കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇ ബി ഈക്വൽ ടു ഇ ബി ബൈ ഇ എൽ ആണ് 1/m, 1/m ഇൻറ്റു ഇ എൽ എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇ ബി കിട്ടും. പക്ഷെ നമുക്കറിയാം ഇ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ബി ബൈ ബി ആണ്. ബി അറിയാം, ഇ ബി അറിയാം, അപ്പൊ ഡെൽറ്റ ബി കണ്ടുപിടിക്കാലോ. അപ്പൊ ഇതുമായി ഇ ടി എന്ന് പറയുന്നത് ഡെൽറ്റ ടി ബൈ ടി ആണ്. അതേപോലെ ഇ ടി ഈസ് ഈക്വൽ ടു 1/m ഓഫ് ഇ എൽ ആണ്. അപ്പൊ ഇ ടി അറിയാം, ടി അറിയാം, അപ്പൊ ഡെൽറ്റ ടിയും കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. ചെയ്ത് നോക്കാം. So these are the values. L equal to 0.9 mm, EB strain in breadth direction, strain in thickness direction is equal to 5.94 into 10⁻⁵. അപ്പോൾ അതിൽ നിന്നും ബിന്റെ വാല്യൂ ടിന്റെ വാല്യൂ കിട്ടി. ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദീസ് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ഔട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് ഇ, പോയ്സൺസ് റേഷ്യോ 1/m. ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടത്. അതിന് ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്, ആക്സിയൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, ഡെൽറ്റ ബി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇയും 1/m ആണ്. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എ ആണെന്ന് അറിയാം, സിഗ്മ ബൈ ഇ ആണെന്ന് അറിയാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. പക്ഷെ സിഗ്മ എന്ന് പറഞ്ഞാൽ പി ബൈ എ ആണ്. ഇ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഡെൽറ്റ എൽ തന്നിട്ടില്ലേ? എൽ നമുക്കറിയാം. ഇനി പി ബൈ എയിൽ പി തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഈ ഒരു ബാറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ 300 തന്നിട്ടുണ്ട് ലെങ്ത്, മറ്റത് ബ്രെഡ്ത്ത് 40/20 തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ഈക്വൽ ടു 40 ആൻഡ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 20. സോ ദിസ് ഈസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ. സോ ദിസ് വിൽ ബി 40 × 20. അപ്പൊ ഏരിയ അറിയാം, പി അറിയാം, ഇൻ കിലോ ന്യൂട്ടൺ ഈസ് ഗിവൺ 500 kN. ഡെൽറ്റ എൽ അറിയാം. സോ ഇ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വേറൊരു ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഇ എക്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇ എൽ എടുക്കാം നമുക്ക്. ഇവിടെ ഇ ബി ഈസ് ഓൾസോ ഗിവൺ. എങ്ങനെ ഇ ബി തന്നിട്ടുണ്ട്? ഡെൽറ്റ ബി തന്നിട്ടുണ്ടല്ലോ. ബി നമുക്കറിയാം. ഡെൽറ്റ ബി എത്രയാണ് വാല്യൂ? ഇൻക്രീസ് ഇൻ ദ ബ്രെഡ്ത്ത് 0.03 തന്നിട്ടുണ്ട്.
0.03 ഡിവൈഡഡ് ബൈ ബി. അപ്പോൾ ഇ ബി കിട്ടും. ഇ ബിയും ഇ എല്ലും അറിയാമെങ്കിൽ എം 1/m എങ്ങനെ കാണാൻ പറ്റും? 1/m പോയിസൺസ് റേഷ്യോ is equal to ഇ ബി ബൈ ഇ എൽ, lateral strain by longitudinal strain. 1/m കിട്ടുമല്ലോ. ഇത്രയേ ഉള്ളൂ. So you try it. Here the values obtained are E equal to 2.08 into 10 raised to 5 and 1/m equal to 0.25. അടുത്ത question. A steel bar 300 mm long, breadth 50 mm, thickness 40 mm, subject to pull of 300 kilonewton in the direction of the length. Calculate the change in volume of the bar. Delta V ആണ് കാണാൻ പറഞ്ഞത് അല്ലേ? E തന്നിട്ടുണ്ട്, 1/m തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു ഇക്വേഷൻ അറിയായിരുന്നു, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇ വി ഈക്വൽ ടു ഒരു ഡയറക്ഷനിലെ സ്ട്രെസ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ, ദാറ്റ് ഈസ് സിഗ്മ എക്സ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്കറിയാമായിരുന്നു അവിടെ ഒരു ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2/m എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു സിഗ്മ ഇ വിക്ക് അല്ലേ. ദാറ്റ് ഈസ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഇ എൽ ഇൻറ്റു 1 മൈനസ് 2/m അല്ലെങ്കിൽ 6x ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2/m. ഇതിൽ 1/m തന്നിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് 1/m ഇസ് ഈക്വൽ ടു 0.25. ക്യാപിറ്റൽ ഇ തന്നിട്ടുണ്ട്. പിന്നെ സിഗ്മ എക്സ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. സിഗ്മ എക്സ് എങ്ങനെ കിട്ടും? പി ബൈ എ ആണ്. ഇവിടെ പി എന്ന് പറയുന്നത് എത്രയാണ്? 300 കിലോന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് ക്രോസ് സെക്ഷൻ ഏരിയ? 300 മില്ലിമീറ്റർ ലെങ്ത്തും 50 ആൻഡ് തിക്നെസ് 14 തന്നിട്ടുണ്ട്. സോ 50, 40, 300 ആയിട്ടുള്ളൊരു മെമ്പറാണ് തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് എ ഈസ് ഈക്വൽ ടു 50/40. A is equal to 50/40 is given. അപ്പം നമുക്ക് ഇ വി കിട്ടും. ഇ വി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറഞ്ഞത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ബാർ ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണക്ട് ചെയ്യും? ഡെൽറ്റ വി ഈക്വൽ ടു, അല്ലെങ്കിൽ ഡെൽറ്റ വി എങ്ങനെ കിട്ടും? ഇ വി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ആണ്. സോ ഡെൽറ്റ വി വിൽ ബി ഇ വി ഇൻറ്റു വോളിയം. വോളിയം എത്രയാണ്? ഒറിജിനൽ വോളിയം ലെങ്ത് ഇൻറ്റു breadth into depth. കിട്ടിയല്ലോ. സോ ദ വോളിയം ഡെൽറ്റ വി വാല്യൂ ഈസ് 225 mm3. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ ഫ്ലാറ്റ് 150 mm wide and 50 mm thick, 6 meter long. മനസ്സിലായല്ലോ. 150 mm വൈഡും 50 mm തിക്കും 6 മീറ്റർ ലോങ് ഉള്ളൊരു ആക്സിൽ പുൾ 270 kilonewton. ഡെൽറ്റ എൽ, ഡെൽറ്റ ബി ആൻഡ് ഡെൽറ്റ ടി കാണാൻ പറഞ്ഞു. പോയിസൺസ് റേഷ്യോ ഇസ് ഗിവൻ, ഇ ഈസ് ഗിവൻ. ഓൾസോ കാൽക്കുലേറ്റ് ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പോർഷനൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇനി ഡെൽറ്റ വി എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. Delta V is equal to sigma x by E into 1 minus 2/m. ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ വിൽ ബി ഗെറ്റിംഗ് ചേഞ്ച് ഇൻ വോളിയം ഓൾസോ. ട്രൈ നോക്കാം. ഈ പ്രോബ്ലത്തിന്റെ ആൻസേഴ്സ് ആണിത്. ചേഞ്ച് ഇൻ ലെങ്ത്, ഡെൽറ്റ, ചേഞ്ച് ഇൻ വിഡ്ത്ത്, ചേഞ്ച് ഇൻ തിക്നെസ് ആൻഡ് ഡെൽറ്റ വി. ഓക്കെ, ഇതെന്തായാലും ഈ പറയുന്ന ക്ലാസ്സിൽ തന്നിരിക്കുന്ന നോട്ട്സ് എല്ലാം, പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ നോട്ടിൽ വർക്കൗട്ട് ആയിരിക്കണം നിർബന്ധമായിട്ടും. നെക്സ്റ്റ്, ട്രൈ ഔട്ട് ദിസ് ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ റോഡ് 10 meter long and diameter 50 mm. Axial tensile load is given. Change in length, change in diameter and change in volume. Delta L, delta D and delta V ആണ് കാണാൻ പറഞ്ഞത്. നമ്മളൊരു സർക്കുലർ റോഡിന്റെ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി, അതിന്റെ ഇ വി ഒരു ഫോമുലൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. അടുത്തത് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ 5 kilonewton എക്സ് ആക്സിസ്, 6 kilonewton വൈ ആക്സിസ് ആൻഡ് 4 kilonewton Z ആക്സിസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു.
ത്രീ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ട്രൈ ആക്സിൽ സ്ട്രെസ് കണ്ടീഷൻ ആണത്. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ബ്ലോക്ക്. 1/m is given, E is given. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ചേഞ്ച് ഇൻ വോളിയം ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഇസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2/m എന്നറിയാം. 1/m തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്. നമുക്കിനി സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ സെഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഫിഗർ വരച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എക്സാക്ട് അതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് എന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഇസ് 300, ബ്രെഡ്ത്ത് ഇസ് 100 ആൻഡ് തിക്നെസ് ഇസ് 40 is given. ഇനി നമുക്ക് സിഗ്മ എക്സ് വൈ സിഗ്മ സെഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് എക്സ് ആക്സിസിൽ 5 കിലോമീറ്ററിന് വൈ ആക്സിസിൽ 6 കിലോമീറ്ററിന് സെഡ് ആക്സിസ് 4 കിലോമീറ്റർ ആക്സിസ് എന്ന് പറഞ്ഞത്. അപ്പൊ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അത് ആക്ട് ചെയ്യുന്ന സർഫസ് ഏരിയയും. അപ്പൊ ഇവിടെ 5 കിലോമീറ്ററാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ. എത്രയാണത് അപ്പം? അപ്പൊ സിഗ്മ എക്സ് വിൽ ബി ഫോഴ്സ് 5000 ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ ഈസ് 100 ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഇതിന്റെ ഹൈറ്റ്, ഈ ഒരു പോർഷൻ. ദാറ്റ് വിൽ ബി ഇങ്ങനെ. സോ സിഗ്മ എക്സ് കിട്ടി. ഇനി സിഗ്മ വൈ എങ്ങനെ കിട്ടും? സിഗ്മ വൈ എന്ന് പറയുന്നത് 6 കിലോമീറ്ററിന് ആക്ട് ചെയ്യുന്ന ആ ഒരു സർഫസ് ഏരിയ ആണ്. ഇതാണ് 6 കിലോമീറ്ററിന് ആക്ട് ചെയ്യുന്ന സർഫസ് ഏരിയ അല്ലേ? ഇത്രയും പോർഷനിലാണ് 6 കിലോമീറ്ററിന് ആക്ട് ചെയ്യുന്നത്. അതെന്തായിരിക്കും അവിടുത്തെ ഏരിയ? അഗെയിൻ ഫോഴ്സ് ഇസ് 6000 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ 300 ഇൻറ്റു 40. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 4 കിലോമീറ്റർ, ദാറ്റ് ഈസ് സിഗ്മ സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ സെഡ് ആക്ട് ചെയ്യുന്നത് ഇത്രയും ഏരിയയിലാണ് ആണല്ലോ. ദിസ് ഈസ് ദ ഏരിയ ഓൺ വിച്ച് ദിസ് 4 കിലോമീറ്റർ ഈസ് ആക്ടിങ്. സോ ഫോഴ്സ് ഈസ് 4000 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ എന്തായിരിക്കും? ഈ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും? ലെങ്ത് 300, ഇത് 100 ആയിരിക്കും. സോ 300 ബൈ 100 ഇതാണ് സിഗ്മ സെഡ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളത് ഈ ഒരു പോർഷനാണ്. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കുക. എങ്ങനെ ഓരോ എക്സും സിഗ്മ എക്സ് സിഗ്മ വൈയും സിഗ്മ സെഡ് എടുക്കുന്നു നോക്കാം. സിഗ്മ എക്സ് കാണുന്നത് ഈ ഡയറക്ഷനിലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ. ദിസ് ഈസ് ദ എക്സ് ഡയറക്ഷനിലെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. സോ 100 ഇൻറ്റു 40. സിഗ്മ വൈ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. ദാറ്റ് ഈസ് 40/30 അല്ലെ 300/40. സെഡ് ഡയറക്ഷനിലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രതലത്തിലാണ്. സോ ദാറ്റ് വിൽ ബി 300 ഇൻറ്റു 100. അപ്പൊ ഈ 3 വാല്യൂസും കിട്ടി. 1/m അറിയാം, ഈ സിഗ്മ വി അറിയാം. സോ ഡെൽറ്റ വി ബൈ വി കിട്ടും. കാണാൻ പറഞ്ഞത് ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ വി വിൽ ബി ടോട്ടൽ വോളിയം ഇൻറ്റു ഈ വാല്യൂ. ടോട്ടൽ വോളിയം ഇവിടെ എന്താ? ഇനീഷ്യൽ വോളിയം 300 ഇൻറ്റു 100 ഇൻറ്റു 40 ആണ് ടോട്ടൽ വോളിയം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഡെൽറ്റ വി കാണാം. ആൻഡ് ദ ഡെൽറ്റ വി വാല്യൂ ഇസ് 5. ഡെൽറ്റ വി ആൻസർ നോട്ട് ചെയ്തോളാം. ഡെൽറ്റ വി ഈക്വൽ ടു 5.649 mm3. 5.649 mm3. ഓക്കെ, ഇത് നോട്ടിൽ വർക്കൗട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെറ്റാലിക് ബാർ 250 mm സൈസ് തന്നിട്ടുണ്ട്. ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വോളിയം. ഡെൽറ്റ വി നേരത്തെ കണ്ടുപോലെ തന്നെ കാണാനുള്ളൂ. സെയിം ഇക്വേഷൻ തന്നെ. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തെ കണ്ടത് എല്ലാ ഫോഴ്സസും ടെൻസൈലായിരുന്നു, പുറത്തേക്കായിരുന്നു ആക്ട് ചെയ്തിരുന്നത്. ഇവിടെ സിഗ്മ എക്സ് ടെൻസൈലാണ്, സിഗ്മ വൈയും ടെൻസൈലാണ്. പക്ഷെ സിഗ്മ സെഡ് കംപ്രസീവ് ആണ്. ഇപ്പൊ നമ്മൾ ആ ഇക്വേഷന്റെ അകത്ത് സിഗ്മ 1/e ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് എന്നുള്ളതിലെ സിഗ്മ സെഡ് പ്ലസ് സെഡിന് വരെ മൈനസ് സിഗ്മ സെഡ് ആയിട്ട് മാറും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോ എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിലെ ടെൻസൈൽ സ്ട്രെസ്സും സെഡ് ഡയറക്ഷനിലെ കംപ്രസീവ് സ്ട്രെസ്സും ആണ്. അപ്പൊ സിഗ്മ സെഡ് വിൽ ബി നെഗറ്റീവ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
ഇനി ഓൾസോ ഫൈൻഡ് ദ ചേഞ്ച് that should be made in the 4 meganewton load so that there should not be change in the volume of the bar. ഡെൽറ്റ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ വി 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഡെൽറ്റ വി 0 എത്തിക്കാൻ ഈ 4 മെഗാന്യൂട്ടൺ എത്രത്തോളം മാറ്റം വരുത്തണം എന്നാ ചോദിച്ചത്. അപ്പോ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇ വി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി എന്ന ഇക്വേഷന്റെ അകത്ത് 1 by E into sigma x plus sigma y plus sigma z by z into 1 minus 2 by m. ഈ ഇക്വേഷനിൽ സിഗ്മ എക്സ് സിഗ്മ വൈയും പോസിറ്റീവ് ആയിരിക്കും, നമ്മൾ ഫിഗറിൽ നിന്ന് കണ്ടു. സിഗ്മ സെഡ് മാത്രം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം കണ്ടുപിടിക്കാൻ. പിന്നെ നേരത്തെ പ്രോബ്ലം ചെയ്ത് പറഞ്ഞ പോലെ തന്നെ സിഗ്മ എക്സ് കാണുമ്പോൾ ഉപയോഗിക്കേണ്ട ക്രോസ് സെക്ഷൻ ഏരിയനെ പറ്റി ശരിക്കും ഐഡിയ ഉണ്ടായിരിക്കണം. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 400 കിലോ ന്യൂട്ടൺ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ആക്ടിങ് ഓവർ 400 കിലോ ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഓവർ 100 into 50, and sigma y is acting over, that is 2 meganewton 2 into 10 raised to 6 divided by 250 into 50, and sigma sz is negative, and that is 4 meganewton 4 into 10 raised to 6 divided by area is 100 250 by 100. ഇങ്ങനെയാണ്. അപ്പൊ സിഗ്മ സെഡിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ വി നമുക്ക് കിട്ടും, ആൻഡ് ദാറ്റ് ഡെൽറ്റ വി ഈസ് obtained as 250 mm3. ദിസ് ഇസ് ദ ആൻസർ. പിന്നെ ഇതിലെ സെക്കൻഡ് പാർട്ട് തന്നിരിക്കുന്നത് ഈ z ഡയറക്ഷനിലെ ഫോഴ്സ്, ദാറ്റ് ഈസ് പി സെഡ് എത്ര ഉണ്ടായാൽ ഡെൽറ്റ വി 0 ആവും എന്നാണ് ചോദ്യം. നമ്മൾ ഇക്വേഷൻ എന്താ? ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു 1 ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ. ഇവിടുത്തെ കണ്ടീഷൻ പ്രകാരം മൈനസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം എന്നാണ് നമ്മളുടെ കണ്ടീഷൻ. ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഡെൽറ്റ വി 0 ആയിരിക്കണം. ഡെൽറ്റ വി 0 എന്ന് പറഞ്ഞാൽ ഇത് 0 ആണെന്ന് അർത്ഥം. ഇത് 0 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 1 ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ മൈനസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 ബൈ എം ഈക്വൽ ടു 0 എന്നാണ്. അതിന്റെ അർത്ഥം ഈ കോൺസ്റ്റന്റ് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്താൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ മൈനസ് സിഗ്മ സെഡ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടും. ഇതിന്റെ അകത്ത് സിഗ്മ സെഡ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, സിഗ്മ സെഡ് അൺനോൺ ആണ്, കാരണം പി സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സിഗ്മ സെഡ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പി സെഡ് കാണാൻ പറ്റും അല്ലേ? കാരണം എങ്ങനെയാണ്? സിഗ്മ സെഡ് ഇസ് ഈക്വൽ ടു പി സെഡ് ബൈ ഏരിയ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് സിഗ്മ സെഡ് കണ്ടുപിടിക്കുക, സിഗ്മ സെഡിന്റെ അകത്ത് പി സെഡ് കിട്ടും. ആൻഡ് സോ ഹിയർ ദ ആൻസേഴ്സ് ആർ സിഗ്മ സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 240 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പൊ സിഗ്മ സെഡ് മൈനസ് 240 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് പി സെഡ് ഈക്വൽ ടു, ദ ആൻസർ ഇസ് സിഗ്മ 6 മെഗാ ന്യൂട്ടൺ ആണ് പി സെഡ്. അതായത് 0 ഇ വി ഉണ്ടാവണമെങ്കിൽ എത്ര ഫോഴ്സ് വേണം? 6 മെഗാ ന്യൂട്ടൺ വേണം, എന്നാൽ 0 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താ? 6 മെഗാ ന്യൂട്ടൺ കാണാനല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ചേഞ്ച് ഷുഡ് ബി ഗിവൺ ടു ദിസ് 4 മെഗാ ന്യൂട്ടൺ. അപ്പൊ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്. നിങ്ങൾ 6 മെഗാ ന്യൂട്ടൺ മാത്രം എഴുതി കഴിഞ്ഞാൽ ആൻസറിൽ മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യനിനനുസരിച്ച് ആൻസർ എഴുതണം. ഈ 4 മെഗാ ന്യൂട്ടനെ എന്താക്കി കഴിഞ്ഞാൽ അവിടെ 0 ആവുന്ന ചോദിച്ചത്. അപ്പൊ നമ്മളെ ആൻസർ എന്താ? 4 ന്യൂട്ടന്റെ കൂടെ ഒരു 2 മെഗാ ന്യൂട്ടൺ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 0 ആവും. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കണം? അഡീഷണൽ ലോഡ് ടു ബി ആഡഡ് ഇൻ സെഡ് ഡയറക്ഷൻ ഈക്വൽ ടു 2 മെഗാ ന്യൂട്ടൺ എന്ന് എഴുതണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം, ഇങ്ങനെ സെന്റൻസ് എഴുതിയാൽ മതി. ദ 4 മെഗാ ന്യൂട്ടൺ മേ ബി ചേഞ്ച്ഡ് ടു 6 മെഗാ ന്യൂട്ടൺ കംപ്രസീവ്. മാറ്റൊന്നുമില്ല, ഡയറക്ഷൻ ഒന്നും മാറ്റമില്ല. 4 മെഗാ ന്യൂട്ടൺ ടു ബി ചേഞ്ച് ടു 6 മെഗാ ന്യൂട്ടൺ ടു മേക്ക് ദ വോളിയം ചേഞ്ച് ഈക്വൽ ടു 0. ഇതാണ് ഫൈനൽ ആൻസർ. സോ ദിസ് അബൌട്ട് ദ വീഡിയോ പോർഷൻ. അഡീഷണൽ പ്രോബ്ലം നിങ്ങൾക്ക് ഞാൻ വർക്കൗട്ട് എക്സാമ്പിൾസ് ആയിട്ട് അസൈൻമെന്റ് പോലെ തരുന്നതാണ്. അത് വേറെ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നിർബന്ധമാണ് ഇത്തരം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്.
കാരണം തിയറി വളരെ കുറച്ചേ ഉള്ളൂ. വെറൈറ്റി ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, മാൻഡേറ്ററി ടു ഡു ദ എക്സസൈസസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്. ബൈ.